ബൻമസ്ക എവിടെ നോക്കിയാലും ബൻമസ്ക. അപ്പം നമുക്ക് ഉണ്ടാക്കാം ബൻമസ്ക. അങ്ങനെയൊക്കെ ബന്നും ബട്ടറൊക്കെ വാങ്ങിയിട്ടൊന്ന് ഞാൻ ജിയോ മാർട്ടിൽ കയറി മിൽക്ക് മെയ്ഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് കിട്ടിയ കുറച്ച് മുരണ്ട ബന്നാണ് ഞാൻ കുറച്ച് നേരം ആവി കയറ്റാനായിട്ട് വെച്ചു. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 100 ഗ്രാം ബട്ടറാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് 100 ഗ്രാം എടുത്ത് ഉപയോഗിക്കാനായിട്ട് തോന്നില്ല. അപ്പം അതിൽ നിന്ന് കുറച്ച് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കണമെങ്കിൽ അതിന്റെ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നിട്ട് അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഒന്നും വാരിക്കോരി ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പിടണ്ട. എല്ലാ ആവശ്യത്തിന് മാത്രം ഒഴിക്കണം. കാരണം നമുക്ക് ബട്ടറിന്റെ ടേസ്റ്റും എല്ലാം വേണം. ആവശ്യമില്ലാത്ത വാനില എസൻസ് ആഡ് ചെയ്യരുത്. അപ്പം ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറും. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കണം. ഇത് വെറുതെ തിന്നാൻ തന്നെ അടിപൊളിയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബ്രെഡും കൂടി ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇത്ര സോഫ്റ്റ് ആയിരിക്കണം ബന്നി, എങ്കിലേ അതിന്റെ ഒരു ഇത് നമുക്ക് കിട്ടും. ഓവറായിട്ട് ആവിയേറ്റി ബന്നിനെ കുളമാക്കല്ലേ. കുറച്ചേരം നമ്മളൊന്ന് ആവിയിൽ വെച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ബട്ടറൊന്നും വാരിക്കോരി അത് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അടിപൊളിയായിട്ട് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ആ സോഫ്റ്റ് ബണ്ണ് രണ്ടായിട്ട് മുറിച്ച് അതിലോട്ട് ക്രീം കുറച്ചധികം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കിക്കോളാൻ വയ്യാതെ ഒരു കടി കടിച്ചു. പക്ഷെ പകുതിയായിട്ടും എനിക്ക് നിർത്താൻ പറ്റില്ല. ആ കാണുന്ന സീനാണ് ഈ സീൻ. ഞാൻ വലിയ പ്രതീക്ഷയില്ലാതെയാണ് ഇത് ചെയ്തെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ആ ക്രീമിലോട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ബ്രെഡിന്റെ കൂടെ കഴിച്ചു നോക്കി. ഇതും അടിപൊളിയായിരുന്നു. അടുത്ത് നമുക്ക് ഇതിന്റെ കോംബോ ആയ ഇറാനി ചായ ഉണ്ടാക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പു എൻ്റെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പട്ട മാത്രം ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലോട്ട് തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് മൂടി വറ്റിച്ചെടുക്കണം. എന്തെങ്കിലും വലിയ ആസ്തറ്റിക് ഐറ്റംസ് കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണണം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് നമുക്ക് അതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കണം. അതിന്റെ പാലിന്റെ കട്ടിയൊക്കെ ഒന്ന് നമുക്ക് വഴിച്ച് എടുത്ത് അതിലോട്ട് ഇടാം. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ കട്ടൻ ചായ ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് എങ്ങനെയാണ് ഫ്ലേവർ മധുരമൊക്കെ ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. കടുപ്പായാലും അങ്ങനെയാണ്. എന്നിട്ടൊരു ഗ്ലാസ്സിലോട്ട് ഈ കട്ടൻ ചായ ഒഴിച്ചിട്ട് അതിലോട്ട് പാലും കൂടി മിക്സ് ചെയ്യണം. എനിക്ക് ഇത്തിരി കടുപ്പം കുറഞ്ഞ പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടി കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുടിച്ചു നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടിപ്പോയി. ഞാനൊരു ചായ ലവർ ആയതുകൊണ്ട് എനിക്ക് ചായ വലിയ ഇഷ്ടപ്പെടില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ. പന്നൊക്കെ അതിൽ മുക്കിയിട്ട് കഴിച്ചപ്പോൾ അലിഞ്ഞു പോകണമുണ്ടായിരുന്നു. ചുമ്മാ അല്ല ഇത് വൈറലായി. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ. ചായ വലിയ ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ഇക്ക വന്നപ്പം ഇക്കാക്കും അതുപോലത്തെ ചായ ഇട്ട് കൊടുത്തു. അപ്പൊ ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവനും അത് ഇഷ്ടപ്പെട്ടു. ബന്ന് സോഫ്റ്റ് അല്ലെങ്കിൽ ആവിയേറ്റാൻ മറക്കണ്ട. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇന്നെന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.